ഹലോ ഗായ്സ്, അപ്പോൾ ദേ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഒരു ഹോട്ടലിലാണുള്ളത്. ഹോട്ടൽ റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു. അപ്പോൾ നമ്മളിതേ വീണ്ടും ഒന്ന് റീചെക്കിങ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഇനി എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഹോട്ടൽ. അപ്പോൾ ഗായ്സ് നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. എന്താണ് പ്രശ്നം പറയാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ നോക്കട്ടെ. കണ്ണൂരിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കിയിട്ട് എന്തായാലും പോയോക്കട്ടെ. അപ്പൊ ഇതേ നമ്മുടെ മക്കു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാ മോളെ പോണത്? ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു നമ്മൾ എങ്ങോട്ടാ പോണത്? ഫുഡ് കഴിക്കാൻ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഐഡിയ ഇല്ല എവിടെയാ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയെന്നൊന്നും. നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. സാർജി ഇവിടെ ഡ്രൈവിങ്ങിലാണ്, ഉറക്കം റെഡി ആവാത്ത കോലത്തിലാണ് ഉള്ളത്. സാർജി, സെൽവുജി, വെജിറ്റേറിയൻ തിരഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശ്രീകൃഷ്ണ ഏതൊരു ഹോട്ടലിൽ നമ്മൾ പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല, ഭയങ്കര തിരക്കും. അങ്ങനെ നമ്മൾ ഓടി ഏതൊരു ഹോട്ടലിലെത്തി. ഇവിടെ എത്തിയതും മലക്കറിയാം അവർക്ക് ഇറച്ചി കിടന്നു പെട്ടോ. പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ നോൺ വെജെല്ലാം ഉണ്ട്, രക്ഷപ്പെട്ടു. അവസാനം ബീഫും പൊറാട്ടയും പൂരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിശന്നിരിക്കുകയാണ് മതി, കാരണം ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. രാത്രി മുതൽ നല്ല വിശന്നിരിക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. നമ്മൾ നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മൽക്ക് ആദ്യം തന്നെ എടുത്ത് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതേ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പൊറാട്ടയും ബീഫൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഹെൽത്തിയായി ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാർ ഇപ്പോൾ അവസാനം കഴിക്കുന്നത് കണ്ടില്ലേ. അവസാനം സെല്ലു പിന്നെ എപ്പോഴും പൊറാട്ടയും അയിലക്കറിയാണ് കഴിക്കാറ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സെല്ലും കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സെല്ലുവിൻ്റെ ഫുഡാണെങ്കിലും. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനാക്കി. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അറക്കൽ കോട്ടയിലേക്കാണ്. ശരിക്കും എവിടെ പോകണമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും നമ്മളൊന്ന് അറക്കൽ കോട്ടയിൽ പോകാന്ന് വിചാരിച്ചു. സെല്ലു, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അപ്പൊ നമ്മൾ എന്തായാലും ഇനി അറക്കൽ കോട്ടയിൽ പോയിട്ട് കാണാം, അല്ലേ മോളെ? അതിനു മുമ്പ് മക്കുവിന് ഏതെങ്കിലും പാട്ട് പാടി കൊടുക്കാനുണ്ടാ? ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഇന്ന് പാട്ട് പാടി കൊടുക്കുക. അപ്പൊ ഇന്ന് പാട്ടില്ല, ഇന്ന് ഞങ്ങളുടെ മൂഡ് അത്ര ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പാട്ടില്ല എന്നാണ് പറയുന്നത്. മൂഡ് വരുമ്പോ നോക്കാം അല്ലേ? മൂഡ് വന്നോ? എന്നാ പാട്. ഓഹോ, കണ്ണട ഇട്ടോണ്ടാണ് പാടാത്തത്. അപ്പൊ കണ്ണട ഊരിയാലേ പാടാൻ പറ്റുള്ളൂ. എന്നാ പാട്. അപ്പൊ ഇതേ നമ്മുടെ അറക്കൽ കോട്ട എന്നുള്ള പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ട്. എന്താണ് പാർക്കിന്റെ പേര്? എന്താണ് സെല്ലു? എന്തോ ഒരു പബ്ലിക് പാർക്കാണ്. അപ്പം മൽക്ക് അത് കണ്ടതും അവൾക്ക് അങ്ങോട്ട് പോകണമെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചു അവൾക്കും വേണ്ട ഒരു ഹാപ്പിനെസ്. അപ്പം എന്തായാലും നമുക്ക് കയറി നോക്കാം, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പം ഫസ്റ്റ് എന്തായാലും പാർക്കിൽ കയറി നോക്കാം, ബാക്കിയൊക്കെ പിന്നീട് കാണാം.
പാർക്കിലെത്തിയതും എൻ്റെ മോള് ഭയങ്കര കളിയായിരുന്നു. അവൾ ഓരോ റൈഡ്സ് മാറി മാറി കയറിയിരുന്നു. അവർക്ക് പിന്നെ പാർക്ക് കണ്ടാൽ മതിയല്ലോ. അതിനിടയിൽ പിന്നെ നമ്മൾ അവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു കഫേ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിചാരിച്ചു ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചാലോ എന്ന് വിചാരിച്ചു. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി ഐസ്ക്രീമിന് കൂടെ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ബ്രൗണിയൊക്കെ കഴിച്ചു. പിന്നെയും മൽക്ക കളിക്കാനുള്ളൊരു മൂഡിൽ തന്നെയാണ്, അവിടുന്ന് വരാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ മൽക്ക അവളുടെ കളികളൊക്കെ വീണ്ടും അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം നമ്മുടെ മൽക്ക ഭയങ്കര കളിയിലാണ്, ഇവിടുന്ന് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ഓരോ ഇതിലും കയറുകയാണ്, സ്ലൈഡിലും പിന്നെ ഊഞ്ഞാലും, അങ്ങനെ ഓരോന്നും മാറി മാറി അവൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. കാരണം അവൾ അത്രയും അഡിക്റ്റഡാണ് ഈ പാർക്കിൽ. അപ്പം അവളുടെ കളികളിൽ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം മെല്ലെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ അറക്കൽ കോട്ടയിൽ പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങി നോക്കാം. അങ്ങനെ ദേ നമ്മൾ അറക്കൽ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഒക്കെ അവരുടെ ആ ഒരു ട്രഡീഷൻസും അറക്കൽ ഫാമിലീൻ്റെ റോയാലിറ്റിയും അവരുടെ ഓരോ കാര്യങ്ങളാണ് അവിടെ കാണാനുള്ളത്. അപ്പം നമ്മൾ മെല്ലെ അതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു. അവരുടെ ഒരു പഴയ കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്ത കാര്യങ്ങളും പിന്നെ നമ്മുടെ ഖുറാൻ്റെ കുറച്ച് കോപ്പീസും പിന്നെ അവരുടെ പത്തായം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതും, അങ്ങനെ അവർ യൂസ് ചെയ്ത കാര്യങ്ങളും അവരുടെ റൂളേഴ്സൊക്കെ യൂസ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ ട്രഡീഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് അവരുടെ. അപ്പം നമ്മളതൊക്കെ കണ്ടു ഇങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ദേ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന പരിപാടിയിലായിരുന്നു. അത് പിന്നെ എവിടെ പോയാലും മെയിനാണല്ലോ. പിന്നെ ഇമാതിരി ആർക്കിടെക്ചറൊക്കെ ഉള്ളൊരു പഴയൊരു ടൈപ്പ് സംഭവം കണ്ട് നമ്മൾ പിന്നെ വെറുതെ വിടൂലല്ലോ. ഈ മ്യൂസിയത്തിലുള്ള ഓരോ ഫർണിച്ചേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഒരു ട്രഡീഷൻ നമ്മളിൽ ഇങ്ങനെ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചറിയാൻ വേണ്ടിയിട്ട് വോൾസിലുള്ള ഓരോ ഫ്രെയിംസും നമ്മൾ നോക്കി ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനാക്കി. കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ മോൾക്ക് ഇത് പെട്ടെന്നൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ മാത്രം ഇല്ലല്ലോ അവളേറ്റ് വന്നുകൊണ്ട്. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ കണ്ണൂർ വ്ളോഗ് ഇനിയും തുടരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി നമ്മുടെ കണ്ണൂർ പാർട്ട് 2 വ്ളോഗുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നത് വരേക്കും. ബൈ.